സംഘയാത്ര 100 വർഷം പൂർത്തിയായതായി സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. സ്വന്തം രാഷ്ട്രത്തിന്റെ പുരോഗതിക്കായാണ് സംഘം പ്രവർത്തിക്കുന്നത്. നമ്മുടെ ദേശത്തിനും ലോകത്തിനും ഉയർന്ന സ്ഥാനം ലഭിക്കണമെന്നും അതാണ് ലക്ഷ്യമെന്നും ഡോക്ടർ മോഹൻ ഭാഗവത് പറഞ്ഞു. ഭാരത് മാതാ കീ ജയ് എന്നത് മാത്രമാണ് ആശയം. ഭാരതം ലോകത്തിന് വഴികാട്ടിയാകുന്ന സമയം വന്നിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡൽഹിയിൽ സംവാദ പരമ്പരയിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. क्यों शुरू हुआ, इतनी सारी बाधाएं वगैरह आई, स्वयंसेवकों ने सारी कठिन परिस्थितियों में से रास्ता निकालकर इसको चलते क्यों रखा और 100 साल चलने के बाद भी नए क्षितिजों की बात क्यों कर रहा है, इसका अगर एक वाक्य में आपको उत्तर देना है तो वो वाक्य संघ की प्रार्थना के अंत में हम स्वयंसेवक लोग रोज कहते हैं, भारत माता की जय. ജിഷ്ണു കൃഷ്ണൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ജിഷ്ണു, ഡൽഹി വിജ്ഞാൻ ഭവൻ എന്ന് പറയുന്നത് നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിന്റെ സംവാദ പരമ്പര നടക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ഈ സംവാദത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പരാമർശിച്ചത്? ഗൗതം, രാഷ്ട്രീയ സ്വയംസേവക സംഘം 100 വർഷം തികയുന്ന പശ്ചാത്തലത്തിലാണ് സർസംഘചാലകിൻ്റെ പ്രഭാഷണ പരമ്പര തയ്യാറാക്കുന്നത്. അതിന് ആദ്യ പ്രഭാഷണമാണ് ഡൽഹിയിൽ വിജ്ഞാൻ ഭവനിൽ നടന്നിട്ടുള്ളത്. ഡൽഹിയെ കൂടാതെ ബംഗളൂരു, കൊൽക്കത്ത, മുംബൈ എന്നീ 3 നഗരങ്ങളിലാണ്, ആകെ 4 നഗരങ്ങളിൽ, ഡൽഹിയിലും കൊൽക്കത്തയിലും മുംബൈയിലും ബംഗളൂരുവിലുമായി 4 നഗരങ്ങളിൽ സംഘത്തിൻ്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് പ്രഭാഷണം നടത്തും. ഇന്ന് നടത്തിയ പ്രഭാഷണത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് തന്നെയും സംഘത്തിൻ്റെ പ്രവർത്തനം 100 വർഷം പിന്നിട്ടിരിക്കുകയാണ്. സംഘത്തെക്കുറിച്ച് പുതുതായി എന്താണ് സമൂഹത്തോട് പറയാനുള്ളത് എന്ന് കുറേ അധികം ആലോചിച്ചു. എന്നാൽ പുതുതായി സംഘത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചൊന്നും പറയാനില്ല. സംഘം എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ സംഘത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഒടുവിൽ എല്ലാ സ്വയംസേവകരും പറയുന്ന കാര്യമുണ്ട്, ഭാരത് മാതാ കി ജയ്. നമ്മുടെ സ്വന്തം രാജ്യം വിജയിക്കട്ടെ എന്ന ആശയത്തിന് വേണ്ടി മാത്രമാണ് സംഘത്തിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. രൂപീകരണ വേളയിൽ RSSൻ്റെ രൂപീകരണ വേളയ്ക്ക് മുൻപ് സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമര വേദികളിൽ, സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു. സംഘത്തിൻ്റെ സർസംഘചാലകായ ശേഷവും അദ്ദേഹം അത്തരം പരിപാടികളിലും പ്രവർത്തനങ്ങളിലും സമരത്തിലും പങ്കെടുത്തു. പിന്നീട് സമാജത്തിൻ്റെ ഗുണകരമായ പ്രവർത്തനത്തിനും ശ്രദ്ധ ആവശ്യമാണ്. സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നേടിയെടുക്കുമ്പോഴും നമ്മുടെ സമാജം ഗുണകരമായി മുൻപോട്ട് പോകണം എന്ന ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും RSSന് നൽകുകയും സംഘം വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്രത്തിൻ്റെ ഉയർച്ച മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ആ പ്രവർത്തനം 100 വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ഭാരതം ലോകത്തിന് വഴികാട്ടിയാകുന്ന കാലഘട്ടം അല്ലെങ്കിൽ അത്തരത്തിലൊരു സമയം വന്നെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് RSSൻ്റെ സർസംഘചാലകളായിട്ടുള്ള ഡോക്ടർ മോഹൻ ഭഗവത് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഈ ലോകത്തെക്കുറിച്ച് തന്നെ പരിശോധിക്കുമ്പോൾ വിവിധ ദേശങ്ങൾ, വിവിധ രാജ്യങ്ങൾ, വിവിധ സ്വഭാവത്തിലുള്ള ആളുകൾ, അത്തരത്തിലുള്ള വലിയ വൈവിധ്യം ഈ മാനവരാശിയിൽ കാണാൻ സാധിക്കും. അതിൽ നമ്മുടെ രാജ്യം ഭാരതം എന്തുകൊണ്ട് മുന്നിട്ട് നിൽക്കണം, ഉയർന്നു നിൽക്കണം എന്നുള്ള ചിന്താഗതികളുണ്ടാകും. ദേശത്തിന് മുഴുവൻ, ലോകത്തിന് മുഴുവൻ സമാധാനം ഭവിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ മണ്ണ്, ഈ ഭാരതം എപ്പോഴും നിലകൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭാരതം എപ്പോഴും ഉയർന്നു നിൽക്കണം, അതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. ഈ ഒരു കാലഘട്ടം എന്നുള്ളത് ലോകത്തിന് മുഴുവൻ ഭാരതം വഴികാട്ടുന്ന സമയം വന്നെത്തിയിരിക്കുന്നു. കൂടാതെ സ്വാമി ദയാനന്ദ സരസ്വതി, കൂടാതെ സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയവരുടെ പ്രേരണയാണ് ഈ മണ്ണിനെ ഇപ്പോഴും നയിക്കുന്നത്. അവരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ ഈ പുണ്യപുരാതന ഭൂമിയുടെ സത്വത്തിലേക്ക് തിരിച്ചു പോകണം, ആ സാംസ്കാരിക പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടാകണം മുൻപോട്ട് പോകുന്നത്. അതുതന്നെയാണ് സംഘവും ചെയ്യുന്നത് എന്ന് തന്നെയാണ് ആ സർസംഘചാലക് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. 100 വർഷം തികയുമ്പോൾ സാധാരണ ഒരു സംഘടനയാണെങ്കിൽ വലിയ ആഘോഷ പരിപാടികളുടെ വേളയാകണം ഇത്. പക്ഷേ RSSൻ്റെ ഭാഗത്തുനിന്ന് സമാജത്തിലേക്ക് കൂടുതൽ ആഴത്തിലിറങ്ങുന്നതിന് ഇത്തരത്തിൽ പ്രഭാഷണ പരമ്പരകളും സമാജ സേവനത്തിലുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കിക്കൊണ്ടുമാണ് സംഘം ശതാബ്ദി വർഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ
ലക്ഷ്യം എന്നത് ഈ മഹത്തായ രാഷ്ട്രത്തിന്റെ പരംവൈഭവമാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. സംഘത്തിന്റെ ശതാബ്ദി വർഷത്തിലേക്ക് അതിൻ്റെ ആ പരിപാടികളിലേക്ക് കടക്കാൻ പോകുന്നതിന് മുന്നോടിയായി രാജ്യതലസ്ഥാനത്ത് വിജ്ഞാൻ ഭവനിൽ RSSന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് സംവാദ പരമ്പരയിൽ പങ്കെടുക്കുകയാണ്. ഈ സംവാദ പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്.